സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 5 മരണം. കൊല്ലം ഓച്ചിറയിൽ ജീപ്പും KSRTC ബസും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മരിച്ചത് തേവലക്കര സ്വദേശി പ്രിൻസും 2 മക്കളും. ഭാര്യയ്ക്കും മറ്റൊരു മകൾക്കും പരിക്ക്. കണ്ണൂർ പെരുന്തട്ടയിൽ ബൈക്ക് അപകടത്തിൽ 2 മരണം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചത് സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട്. പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചുവെന്ന് കണ്ടെത്തി. വഴിയിൽ വെച്ച് ജീപ്പ് നിർത്തിയും മർദ്ദിച്ചു. സ്റ്റേഷന്റെ മുകൾ നിലയിൽ വെച്ചും മർദ്ദിച്ചിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഓണത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഉത്രാടപ്പാച്ചിൽ ആരംഭിച്ചു. വിപണികളിൽ വൻ തിരക്ക്. GST സ്ലാബുകളിലെ പരിഷ്കരണത്തിന് GST കൗൺസിൽ അംഗീകാരം നൽകിയതോടെ മധ്യവർത്തി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വിലക്കുറവ് അനുഭവപ്പെടും. 12-28% നികുതി സ്ലാബുകൾ ഒഴിവാക്കി. ഇനി 5-18% സ്ലാബുകൾ മാത്രം. ജീവൻ രക്ഷാ മരുന്നുകളുടെയും വസ്ത്രങ്ങളുടെയും ഒക്കെ വില കുറയും. ആരോഗ്യ, വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതിയില്ല. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 37ആയി. യമുനാ നദി കവിഞ്ഞതോടെ തീരത്ത് നിന്ന് 10,000-ങ്ങളെ മാറ്റി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്.